ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. തളർവാദിയായി കിടപ്പിലായിരുന്ന ആ വ്യക്തിയുടെ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് അവൻ്റെ ആ നല്ല കൂട്ടുകാരുടെ കറ തികഞ്ഞ വിശ്വാസമായിരുന്നു. നമ്മുടെ രോഗശയ്യയിൽ നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ രക്തബന്ധങ്ങളുടെ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ വിശ്വാസം നമ്മിൽ യേശുവിൻ്റെ വലിയ കൃപയ്ക്കും അവൻ തരുന്ന വലിയ സൗഖ്യത്തിനും അവരുടെ എല്ലാം വിശ്വാസം മുഖാന്തരമാകുവാൻ ഇടയാകട്ടെ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ രോഗശമനത്തിനായി, അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തളർച്ചയിൽ അവർക്കൊരാശ്വാസമായി, അവർക്കൊരു ആശ്വാസദായകനായി, അവരെ യേശുവിലേക്ക് അടുപ്പിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരുവാൻ ആഗ്രഹിക്കാം. ഇവിടെ യേശുവിൻ്റെ സ്വന്തം പട്ടണമായിരുന്ന കഫർനഹൂമിലെ ആ നല്ല സുഹൃത്തുക്കൾക്ക് യേശുവിൽ വിശ്വാസമില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ആ കിടപ്പിലായിരുന്ന തളർവാദ രോഗി, ആ സുഹൃത്തുക്കളുടെ നല്ല കൂട്ടുകാരൻ യേശുവിന് സമീപം എത്തുമായിരുന്നില്ല. നമുക്കറിയാം, ഒരു കിടപ്പിലാകുന്ന വ്യക്തി ആ വീടിൻ്റെ 4 ചുമരുകളും തട്ടും മാത്രം കാണുവാൻ വിധിക്കപ്പെട്ടവരാണ്. ആ വേദന അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ കാഠിന്യം. അങ്ങേയറ്റം നിരാശയിലും പ്രതീക്ഷ നശിച്ചതുമായുള്ള ഒരു ജീവിതം. അങ്ങനെയുള്ള തളർന്നു കിടക്കുന്ന ആ ശരീരത്തിലുള്ള ആത്മാവിനെ, ആ ആത്മാവിൻ്റെ ചൈതന്യത്തെ തൊട്ടുണർത്തുന്ന വിധത്തിൽ, ആ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന വിധത്തിൽ യേശു തളർച്ചയിൽ കിടക്കുന്ന ആ ആത്മാവിനെ നേടുന്നതുവരെ വിശ്വാസത്തോടെയുള്ള നമ്മുടെ ശ്രമം നമുക്ക് തുടരാം. യേശുവിനെ അറിയാത്തവരെ, യേശുവിനെ എതിർക്കുന്നവരെ, അങ്ങനെയുള്ള കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ളവരെ യേശുവിൻ്റെ പക്കൽ എത്തിക്കുക എന്നത്. അതിന് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ആഴത്തിലാകുന്ന വിധം നമുക്ക് കാണാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ഇടപെടുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും യേശു അയാളെ നേടുന്നതും. നമുക്കായി നസ്രായൻ ആ ആത്മാവിനെ നേടും. യേശുവിൽ വിശ്വസിക്കുവാനായി ഒരാളെ നിർബന്ധിക്കുന്നതിനപ്പുറം ഫിലിപ്പോസ് നഥാനിയേലിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് നീ വന്ന് കാണുക എന്ന ആത്മാർത്ഥമായ ക്ഷണം കൊണ്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കും മറ്റുള്ളവരെ യേശുവിൻ്റെ പക്കലേക്ക് എത്തിക്കുവാൻ സാധിക്കണം. അതിന് ഏറ്റവും അത്യന്താപേക്ഷിതം നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ആഴത്തിൽ പതിഞ്ഞ ഒരു വ്യക്തിയായി നമ്മളെ ഓരോരുത്തരെയും നീ നിൻ്റെ ഇടപെടലുകൾ കൊണ്ട് യേശുവെ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.